വല്ലതും പറഞ്ഞോ? അല്ലേ ഈ നടപ്പ് നടക്കാൻ തുടങ്ങി കുറെ നേരം ആയല്ലോ. ഇങ്ങനെ നടന്നാൽ എവിടെ എത്തൂ? അല്ലെ ബിജുമോൻ എവിടെ? അവൻ ഇതുവരെ വാങ്ങിയ സകല കടവും തീർത്തിട്ടേ വരും. ആ അത് സമയം കുറച്ച് പിടിക്കും. ഇവിടെ വാ. തലച്ചത്തിന്റെ അടുത്ത് കട വാങ്ങിയോ? അയ്യോ എന്റെ പൊന്നമ്മച്ചി, എന്റെ ദൈവമേ, ആര് പറഞ്ഞു ഇന്നോണ മോനെ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. കള്ളം പറയരുത്. കള്ളം പറയാൻ പാടില്ലെങ്കിൽ അങ്ങനെ സത്യം പറയാ, വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറെ അക്കൗണ്ടില്ല. എന്റെ അക്കൗണ്ട്? അക്കൗണ്ടല്ല, സ്ത്രീധനത്തിൽ കുറച്ചോളൂ എന്ന് പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഒരു കൈവായ്പ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അറിയാതെ ഒറ്റ പൈസ കട വാങ്ങാൻ പറ്റില്ല. ഓ ഡാഡിയും കേട്ടല്ലോ? കേട്ടു. ശരി മോനെ. ഓ ഒരു 50 രൂപ വേണ്ടിയിരുന്നു. എന്തിനാ? ഡാഡിക്ക് അടി ഇടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ശരീരത്തിനൊരു വേദന. സ്വല്പം മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത അടി വരുമ്പോഴേക്കും ശരീരം ക്ഷീണിച്ചു പോകുന്നു. ശരിയാണോ ഡാഡി? ദേവനെ, ഇവിടെ വന്നേ കഴിക്കാവൂ. ആരെങ്കിലും 2 പേർക്ക് ചക്കാത്ത് വാങ്ങിച്ചൊന്ന് കുടിച്ചോളൂ. വേഗം പോയി വാങ്ങിച്ചോണ്ടോ. ഒന്ന് അടഞ്ഞു കുറ്റടാ. ചെല്ലക്കുട്ടി, ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. സൂത്രം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട്. ഓ നിനക്ക് എപ്പോഴും ഈ സൂത്രത്തിന്റെ വിചാരമുള്ളൂ അല്ലേ? അത് അങ്ങനെ ഇങ്ങനെ കിട്ടിയ സാധനമല്ല, അത് കുറച്ച് വിലയുള്ള സാധനമാണ്. ഞാൻ ഒരിടത്ത് കണ്ടുവച്ചിട്ടുണ്ട്. സ്വല്പം പൈസയുടെ കുറവും കൂടി ഉണ്ട്. അടുത്ത ബെറ്റ് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചിട്ട് നിനക്ക് കൊണ്ട് തരുന്നേ. ഇതും പറഞ്ഞു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ? വീട്ടിൽ ഒരു സ്നേഹവും ഇല്ല. വേണ്ടാത്ത അതും പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ. സ്നേഹമുണ്ടോ ഇല്ലെന്നുള്ള ഞാൻ തെളിയിച്ചു തരട്ടെ. അതെങ്ങനെയെങ്കിലും ആവട്ടെ. നീ താഴെ താഴെ ഇരിക്കേ. ആ 2 കൈ എടുത്ത് ചുമലിൽ വെച്ച്. നിന്റെ ചുമലല്ല, എന്റെ ചുമലില്. എന്റെ ചുമലില് കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കേ. കുറച്ചും കൂടി അടുത്തേക്ക് കൈ ഒന്ന് കഴിച്ചു. എന്താ മമ്മി? എന്താ മമ്മീന്നോ? എന്താ ഏത് മമ്മി? ഏത് മമ്മീന്നോ? ഇതൊക്കെ നിന്റെ നാട്ടിലുള്ള പെണ്ണുങ്ങളോട് മതി, എന്റെ മോളോട് ഉണ്ട് കേട്ടോ. ഏതൊക്കെ മമ്മി? ഇപ്പൊ നീ കാണിച്ചത്? അയ്യോ എന്റെ പൊന്നു മമ്മി, മമ്മി തെറ്റിദ്ധരിച്ചിരിക്കണം മമ്മി. ഞാനേ അവളോടൊരു സ്വകാര്യം പറയായിരുന്നു. നമ്മളെ മമ്മിയെ കണ്ടാൽ ഒറിജിനൽ ബ്രിട്ടീഷുകാരിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ബ്രിട്ടീഷുകാരി. ഞാൻ ഒറിജിനൽ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ്. ഹായ്. ഹലോ പിറ്റി, ഹൗ ആർ യു? ഫൈൻ. ഹൗ ഈസ് യുവർ സ്റ്റെല്ല? കുറച്ച് തിരക്കിലായിരുന്നു. കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഞാൻ ആരാണടാ എന്നുള്ളത് പിന്നെ പറയാമടാ. ഇപ്പൊ തന്നെ പറയാം. ചൂടാവില്ലാടി, നാളെ വെക്ക്.
സമാധാനായിട്ടിരിക്കേ. ഇവിടെ നോക്ക്, നിനക്ക് ഇവിടെയല്ലേ വേണ്ടത്? അതിന് പോയി ഞാൻ തയ്ച്ചതാ. എന്തു വഴി? ഒന്ന് തല്ലി ജയിക്കണം. തല്ലി ജയിക്കാന് നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ. ധൃതി വെക്കില്ലേ? ധൃതി വെക്കില്ല. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇതൊരു സ്ഥാപനല്ലേ, ഇത് തല്ലി പൊളിക്കണ്ട. നാളെയാണ് മത്സരം. നാഷണൽ ഹൈവേയില് 5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു മൈതാനം കാണാം. അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ 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 ഓക്കെ. മാറും. പണം കൊണ്ടുവന്നുണ്ടോ? പണം എനിക്ക് പുല്ലാണ്. പണം നിനക്ക് പുല്ലാണെങ്കിൽ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്കോ കൊണ്ടുകൂടും. അത് തിന്നു. നീ തന്നില്ലേ? ഞാൻ തിന്നു. ഞാൻ പുല്ല് തിന്നാനോ? എടാ ഇന്ന് നിന്നെ കൂടെ പുല്ല് കത്തിയിട്ടിരിക്കും. നോക്കിക്കോ. എന്നാ അടിക്കാൻ ഇറങ്ങിക്കേ. അടിക്കാൻ ഞാനോ? പിന്നെ ഞാനാ. അന്തോണി Ready? Come on. എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കേ, സമയത്ത് വെക്കേ, വെച്ച് അതിനൊരു കാര്യം, ആര് ജയിച്ചാലും തോറ്റാലും പണം ഞാനെടുക്കും.
ബെസ്റ്റ് പെർഫോമൻസ് പ്രകാശ്.